ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ചീമപ്പുളി വെച്ചതാണ്. ചീമപ്പുളി അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അത് ടേസ്റ്റ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ചീമപ്പുളി അരിയുവാണ്. ഇപ്പം കുറച്ച് അരിഞ്ഞു, ഞാൻ ബാക്കിയുള്ള അരിയുവാണ്. ഓക്കെ, ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി തൊലി കളയുമായിരുന്നു, അപ്പം ഞാനത് ഈ ചാറിലിടുന്നുണ്ട്. കടയ്ക്കണം. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതിലിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൈൻഡർ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇത് നമുക്ക് ആകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വേണ്ട. ഇത് തിക്കിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഞാൻ ഉള്ളി പൊളിക്കായിരുന്നു. ഉള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ബാക്കി ഫുഡ് ഉണ്ടാക്കാം. ചീനിച്ചെടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് 2 കുടം വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഇത് 1 ഇഞ്ചിയാണ്. ജസ്റ്റ് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കരിയാപ്പില ഇടുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മനസ്സിലേറെ കരിയാപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് മൂത്ത് വഴറ്റാന്നിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തുകൊണ്ട് 1/2 ടീസ്പൂൺ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചീമപ്പുളി ഇട്ട് കൊടുക്കാം. നമുക്കിനി മിക്സ് ചെയ്തിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.